ഹലോ! എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടില് മഴയാണോ? വെയിലാണോ? ഇപ്പൊ എങ്ങനെയാണ് നിങ്ങടെ അവിടുത്തെ ക്ലൈമറ്റൊക്കെ? ഇവിടെ നമുക്ക് രാവിലെ വെയിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മഴ, ഇപ്പൊ രാവിലെ മഴയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വെയിൽ. അങ്ങനെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ കുറച്ചധികം നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ചായയൊക്കെ ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഡോറൊക്കെ ഒന്ന് തുറന്ന് കാലാവസ്ഥയും നല്ല തണുത്ത കാറ്റിനെയൊക്കെ ഉള്ളിലോട്ട് എടുത്തിട്ട് മോട്ടറൊക്കെ ഓൺ ചെയ്ത് ഞാൻ പിന്നെ പാലൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ചായ ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ രാവിലെ ഇന്ന് എഴുന്നേറ്റ് വന്നപ്പോഴേക്കും നല്ല മഴക്കോളായിരുന്നു. വെയിൽ വരാനുള്ള ഒരു സാധ്യതയും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇന്നെന്തായാലും മഴയായിരിക്കും എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ മഴയാണെങ്കിൽ പൊതുവേ ഇവിടെ കറണ്ട് ഇല്ല. മഴയല്ല, വെയിലാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താണെന്ന് അറിയില്ല, KSEBക്കാർക്ക് നമ്മുടെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. മിക്കവാറും കറണ്ടില്ല, ഒരുപാട് സമയം കറണ്ടില്ലാതിരിക്കും. അപ്പം അതുകൊണ്ട് ഇനി മഴയത്തിന് ആ പേരും പറഞ്ഞ് കട്ട് ചെയ്യുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ എന്തെങ്കിലുമൊക്കെ അരയ്ക്കാനുണ്ടോ എന്താണ് ഇന്നത്തെ എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ്ങിലാണ്. പൊതുവേ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്ന ഒരാളല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈ കിട്ടുന്നതായിരിക്കും മിക്കവാറും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവുക. ബ്രേക്ക്ഫാസ്റ്റ് പക്ഷേ ഞാൻ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. ഇന്നത്തെ ദിവസത്തേക്ക് ഇന്നത് വെക്കാം. അപ്പോൾ തലേ ദിവസം തന്നെ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അപ്പം വെക്കുമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നലെ പാക്കറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മാവ് വാങ്ങി അത് ഞാൻ കലക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിന്നപ്പോഴേക്കും ഉണ്ട് വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും കുറേ തുണി അലക്കി ഇടാനുണ്ട്. പറ്റുമെങ്കിൽ മേളിൽ വിരിക്കാം, ഇല്ലെങ്കിൽ അകത്ത് വിരിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം തുണി അലക്കാനുള്ളതൊക്കെ കൊണ്ടുപോയിട്ടു. പിന്നെ ഇവിടെയാണ് ഞാൻ എൻ്റെ താറാവിനുള്ള ഫുഡൊക്കെ വെക്കുന്ന സ്ഥലം. ഇത് അവരുടെ പാത്രമാണ് കേട്ടോ. ഇത് ഏതോ ഒരു പഴയ ബക്കറ്റിൻ്റെ അടപ്പാണ്. അതിലാണ് ഞാൻ അവർക്കുള്ള ഫുഡ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ പോയി അവരെ തുറന്നു വിട്ടു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് എൻ്റെ സൽപുത്രൻ അതിനകത്ത് കോഴിക്കും താറാവിനെ ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവൻ്റെ ചെരുപ്പിനെ അതിനകത്ത് കൊണ്ട് വെച്ചേക്കുന്നു. അപ്പം ഞാൻ പിന്നെ അതിനെ എടുത്ത് പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അത് കഴുകിയെടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ വീടിനുള്ളിലോട്ട് കയറാമെന്ന് വെച്ചാൽ മോൻ ഈ സമയത്ത് എഴുന്നേറ്റിട്ടില്ല, മോൻ ഉറക്കമാണ്. അപ്പം അതിന് മുന്നേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം. പിന്നെ ഞാൻ ജനലൊക്കെ തുറന്നിട്ടു. എന്നിട്ട് വെയിലുള്ളതുകൊണ്ട് ഫ്രണ്ട് സൈഡിൽ അത്യാവശ്യം ഇല നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യം ആ പണി കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മുറ്റം അടിച്ചുകൊണ്ട് നിന്ന സമയത്ത് മോൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ എഴുന്നേൽപ്പിച്ച് ചായയൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ബാക്കി ഞാൻ അടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങി കിടക്കുന്നുണ്ട്. തലേ ദിവസം മഴ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ തലേ ദിവസമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം കിടന്നിട്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മഴ പെയ്യോ വെയിലാണോ നമുക്ക് അറിയില്ലല്ലോ. ഇന്നലെ എന്തായാലും ഇല്ലായിരുന്നു മഴ. അപ്പോൾ ഇന്നിനി ചിലപ്പോൾ പെയ്താലോ എന്നെ പറ്റിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ അടുക്കളയിൽ ബാക്കി ജോലിക്ക് കയറുന്നതിന് മുന്നേ തന്നെ എല്ലാ ഇലയും അടിച്ച് കത്തിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആൾക്ക് രാവിലെ തന്നെ ഗേറ്റൊക്കെ തുറന്ന് കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് കുഞ്ഞാൾ നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും വെളിയിൽ ചാടിയാൽ മതി എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമേ അവനുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അടിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ദിവസം മഴ പെയ്തില്ലെങ്കിൽ ഇവിടെ നല്ല പൊടിയാണ്. വീടിനുള്ളിൽ എപ്പോഴും പൊടിയാണ്. മഴ പെയ്താലും മഴ തോർന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ലോണം പൊടി പറക്കുന്നതാണ്. അപ്പോൾ ഞാൻ റോഡ് സൈഡും എല്ലാം അടിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും അങ്ങനെയാണ് കേട്ടോ. അവരുടെ ഫ്രണ്ടിലുള്ള എല്ലാം അവർ അടിച്ച് കൂട്ടി കത്തിക്കുമ്പോൾ ഇവിടെ എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കും റോഡ് സൈഡ് ആയാലും. അപ്പോൾ അതൊക്കെ ഞാൻ കത്തിച്ചിട്ട് പിന്നെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം അച്ഛനും മോനും വേണ്ടിയിട്ട് ചമ്മന്തി കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ചമ്മന്തി കറിയല്ല കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം ചമ്മന്തി കറിയാണ് വെക്കുന്നത്. അവർക്കുള്ള ചമ്മന്തി കറിയൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അപ്പം ചുടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല അപ്പമായിട്ട് കിട്ടും. ഞാൻ കുറച്ച് പഞ്ചസാര കൂടുതലാണ് എപ്പോഴും അപ്പം ചുടുമ്പോൾ ഇടുന്നത്. ഉപ്പ് കുറച്ചിട്ടിട്ട് കുറച്ചധികം പഞ്ചസാര ഇടും. അപ്പോൾ ഒരു ചെറിയൊരു മധുരം നമുക്ക് ടേസ്റ്റ് ഫീൽ വരുമെങ്കിലും നന്നായിട്ട് കുമ്പളയൊക്കെ വന്ന് നല്ല രീതിയിൽ ചുമന്ന് നല്ല അപ്പം കിട്ടും കേട്ടോ. അത് വീട്ടിലരയ്ക്കുമ്പോഴായാലും പാക്കറ്റ് ആയാലും അതുപോലെയാണ്. അപ്പം ഞാൻ തലേ ദിവസത്തെ കുറച്ച് ചിക്കൻ കറി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയാണ് കഴിച്ചത്. അതൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴേക്കും എൻ്റെ തുണിയൊക്കെ എനിക്ക് നന്നായിട്ട് കഴുകിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ അതൊക്കെ എടുത്ത് പുറത്ത് കൊണ്ടുപോയി വിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് ഞാൻ വീണ്ടും എന്തോ എൻ്റെ ഒരു ഉൾപ്രേരണയിൽ ഞാനത് അകത്ത് വെച്ചിട്ട് നമ്മളൊന്ന് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് തൊട്ട് അടുത്ത് തന്നെ കടയുണ്ട് കേട്ടോ, പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നല്ല അടുത്തടുത്ത് കുറച്ച് കടയുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോകുന്നതായിട്ട് ഞാൻ ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി. സാധനം വാങ്ങിച്ചിട്ട് വണ്ടിയിൽ വന്ന് കയറാൻ വേണ്ടി നിന്നതും ആ വെയിലത്തൊരു പേമാരി അങ്ങോട്ട് പെയ്തു. ഈശ്വര, മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. പിന്നെ നമുക്കാണെങ്കിൽ കയറി വരാനും പറ്റുന്നില്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ അത്രയും കുളിച്ചിട്ടേ നമുക്ക് വരാൻ പറ്റുള്ളൂ. മോനും ഉള്ളതുകൊണ്ട്, മോനാണെങ്കിൽ ജലദോഷവും ചുമയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഏകദേശം 1.5 മണിക്കൂർ നമ്മൾ അവിടെ നിന്നിട്ടാണ് പിന്നെ വീട്ടിലോട്ട് വന്നത്. പിന്നെ വന്നതിന് ശേഷം ചേട്ടൻ ഉടനെ തന്നെ കാപ്പിയൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൽ നിന്ന് എന്താ എടുക്കാനുള്ളതെന്നൊക്കെ വെച്ചാൽ ഞാൻ അതൊക്കെ നോക്കിയെടുത്തു. അപ്പോൾ ഇന്ന് എന്തായാലും ക്യാരറ്റ് കുറച്ചധികം തോരൻ ഇട്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ക്യാരറ്റാണ് എടുത്ത് തോരൻ വെക്കുന്നത്. അപ്പം അതേ അടുത്തത് അതിൻ്റെ വള്ളി പൊട്ടിപ്പോയി. അത് സംഭവം സത്യം പറഞ്ഞാൽ അത് പൊട്ടാനുള്ളതേ ആയിരുന്നില്ല. ഇന്ന് എന്താണെന്നറിയില്ല, രാവിലെ എഴുന്നേറ്റപ്പം മുതലേ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ എനിക്ക് ഓരോ അബദ്ധം പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിപ്പോയതുകൊണ്ട് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ചോപ്പർ എടുത്തിട്ടുണ്ട്. ഈ സാധനം കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനേ പറ്റില്ല. മറ്റേതാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഇത് അത്രയും നമുക്ക് കഷ്ടപ്പാടില്ല. വെറുതെ അങ്ങ് നിന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് നല്ല തോരനായിട്ട് കിട്ടിക്കോളും.
അത് ഞാൻ എല്ലാം സെറ്റാക്കി എടുത്തിട്ട് പിന്നെ അപ്പോൾ തന്നെ ഞാൻ അതിനെ അടുപ്പിലോട്ട് മാറ്റാനുള്ള പരിപാടിയാണ്. ഇന്ന് ഇടയ്ക്ക് ഞാൻ വന്ന സമയത്തൊന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിനി കറണ്ട് കാണില്ലായിരിക്കും. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വരും പോകുമായിട്ട് കറണ്ടും അങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് ആകെ ഒരു വൃത്തികെട്ട ദിവസമായിരുന്നു. എന്താണെന്നറിയില്ല, ആകെ ഒരു മടുപ്പൊക്കെ തോന്നിയൊരു ദിവസമാണ്. അങ്ങനെ ഞാൻ അതൊക്കെ തട്ടി തോരൻ വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കറണ്ട് ഇല്ലെങ്കിൽ എനിക്ക് തോരൻ വെക്കുമ്പോൾ ആ ഒരു ഇഷ്യൂ ഇല്ല. കാരണം ഞാൻ തേങ്ങ എപ്പോഴും മിക്സിയിലിട്ട് കറക്കി എടുക്കാറില്ല. ഞാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് അങ്ങനെ വെക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷയമില്ല. എന്നാലും ഞാനിന്ന് കറണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഉപയോഗിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തോരനുള്ളതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് തോരനുള്ളതൊക്കെ ആക്കി അതിനെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ മീൻ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. നത്തോലി മീനായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ചടപടയിൽ നിന്ന് അതും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സാധനം കഴിക്കാൻ നല്ല ഇഷ്ടമാണെങ്കിലും വൃത്തിയാക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ്. കുറേ സമയം എടുക്കും. പിന്നെ കഴിച്ച് കഴിയുമ്പോൾ ആ ഒരു വിഷമമൊക്കെ അങ്ങ് മാറും. അത് വേറൊരു കാര്യം. അങ്ങനെ അത് ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ നത്തോലിയിൽ തന്നെ കുറച്ച് സൈസ് കൂടിയ ഒരു നത്തോലി ഉണ്ടല്ലോ, എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. എനിക്ക് ഇത് അത്ര ഇഷ്ടമല്ല. അത് കഴിച്ചു തുടങ്ങിയതിന് ശേഷം എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതെപ്പോഴും കിട്ടാറില്ല. അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പിന്നെ വാങ്ങിച്ചിട്ട് വന്ന പച്ചക്കറിയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ എടുക്കുന്ന പരിപാടിയാണ്. ഇത് അടുക്കി വെക്കുന്നത് ഞാൻ ഒരു കിറ്റായിട്ട് വാങ്ങുന്നതാണ് കേട്ടോ. നമ്മളിവിടെ 50 രൂപ 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിറ്റായിട്ട് കിട്ടും. അപ്പോൾ അതിൽ ഒരവിയലല്ല, 2 അവിയൽ, ഒരു 2 സാമ്പാർ, പിന്നെ എന്തെങ്കിലും തോരനുള്ള എന്തെങ്കിലും ഐറ്റം കൂടെ കാണുമേ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രങ്ങളും കുറച്ച് കിടന്നതൊക്കെ ഞാൻ കഴുകി ഒതുക്കി കിച്ചൺ നന്നായിട്ട് തുടച്ച് എടുത്തിട്ടുണ്ട്. കറി ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ പോയപ്പോൾ എൻ്റെ വീട്ടിലും കൂടെ പോയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കറി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് കറി വാങ്ങിച്ചിട്ടാണ് വന്നത്. വെക്കാൻ മടിയായതുകൊണ്ടാണ്, ഇന്ന് രാവിലെ മൊത്തത്തിലൊരു മടിയായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കറി വാങ്ങിച്ച് അത്രയും എളുപ്പപ്പണി ഉണ്ടാക്കി. അങ്ങനെ അടുക്കളയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി എനിക്ക് കുറച്ചധികം പണി ഈ വീട്ടിൽ ചെയ്യാനുണ്ട്. അപ്പോൾ മോൻ ഇങ്ങനെ എൻ്റെ അടുത്ത് ഒന്ന് പാത്രം കഴുകാൻ കൊടുക്കാൻ പറഞ്ഞിട്ടൊക്കെ നന്നായിട്ട് പിണങ്ങിക്കൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ വേഗം പണി തീർക്കാനുള്ളത് കൊണ്ട് ഞാൻ കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടവും കരച്ചിലും പരാതി കരച്ചിലും ഒക്കെയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ സിങ്ക് കഴുകി എല്ലാം വൃത്തിയാക്കി ഇട്ടു. ഇനി അടുക്കളയിൽ നിന്ന് ഇറങ്ങണം. അപ്പോഴേക്കും ആ ഒരു മഴ തുറന്നിട്ടുണ്ടായിരുന്നല്ലോ. അടുത്ത ഒരു മഴയ്ക്ക് വേണ്ടിയിട്ട് ആകാശം മൊത്തം അങ്ങനെ കാർമേഘമൊക്കെ മൂടി ഭയങ്കര കാറ്റുമായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി നിന്നതാണ്. അപ്പോഴേക്കും അടുത്തത് വീണ്ടും വന്ന് ഇങ്ങനെ പിണങ്ങി നിൽക്കുക. അമ്മ എടുക്കാൻ പറഞ്ഞിട്ടുള്ള പിണക്കമാണ്. അടുക്കളയിലെ ജോലിയെല്ലാം ആയി. ഇനി മീൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീനൂടെ ആവാനുള്ളൂ. പിന്നെ നല്ലൊരു മഴ കിട്ടി. അപ്പോൾ വെയിലില്ല, അങ്ങ് ചൂടൊക്കെ നന്നായിട്ട് കുറഞ്ഞു. കാര്യമായിട്ടൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മൊത്തം മഴയാണെന്ന് തോന്നുന്നുണ്ട്. ചാറ്റിൽ മഴയായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് മുറ്റം അടിക്കുന്നത് ബാക്ക് സൈഡിൽ പിന്നീട് അടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് അടിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. വൈകുന്നേരം നോക്കാം. കുറച്ചെങ്കിലും ഒതുക്കി വെച്ചാലും കാര്യമില്ല. കാരണം ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ ഉണങ്ങാണ്ടങ്ങ് കിടക്കും. പക്ഷേ പരന്ന് കിടക്കുമ്പോഴേക്കും വീണ്ടും ഉണക്കി കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്, പിന്നെ അധികം ഭയങ്കരമായിട്ടുള്ള ഇലയില്ല. പിന്നെ ഈ സിമെൻറ്റ് ഇട്ടേക്കുന്ന അവിടെ കുറച്ചധികം ഇലയുണ്ട്. എന്തായാലും വീടിനകമൊക്കെ ഒന്ന് അടിച്ച് തുടച്ചിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അത് ചെയ്യാം. പിന്നെ ഞാൻ ചോറൊക്കെ എടുത്ത് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ മേശ ആകെ ഒരു കോലമായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് അച്ഛൻ വന്നപ്പോഴേക്കും കുറച്ചധികം സാധനങ്ങൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിയും കുറച്ച് പഴം, അങ്ങനത്തെ കുറച്ചധികം നമുക്ക് മോന് കൊടുക്കാനുള്ള സ്നാക്സ്, അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ. ഈ അരി നമുക്ക് കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വീട്ടിൽ പഴകിയ അരി ഇരുന്നതിന് തന്നു വിട്ടതാണ്. അപ്പോൾ ഞാൻ പിന്നെ മോനെയും കൂടെ പിടിച്ചു നിർത്തി അവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ ജോലി കൊടുത്തുകൊണ്ടിരുന്നാലേ അവൻ മിണ്ടാണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ അവൻ്റെ കൂടെ പോയിരുന്ന് കളിക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് എന്തെങ്കിലും ജോലി കൊടുക്കുന്നില്ല. അപ്പോൾ എൻ്റെ ജോലി നടക്കും, അവൻ്റെ ആ ഒരു വിഷമവും മാറും. അങ്ങനെ ഞാൻ പിന്നെ അവനെ കൊണ്ട് തന്നെ മേശയിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്ത് അവന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ മേശയൊക്കെ ആദ്യം നന്നായിട്ട് തുടച്ചിട്ടു. എന്നിട്ട് വെക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ആദ്യമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ആളുടെ കയ്യിലെടുത്ത് കൊടുക്കുന്നതിനൊക്കെ കുറേ സമയം അതും വെച്ചോണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ആ പണി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുത്ത പണിയിലോട്ട് കിടന്നപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ തുണിയായിട്ടൊക്കെ എടുത്ത് മടക്കി വെക്കാൻ പറഞ്ഞിട്ട് ആൾ മടക്കി വെക്കുന്നതാണ് കേട്ടോ. ആൾ മടക്കി വെക്കുന്നത് ഞാൻ ഒന്നുകൂടെ മടക്കണം. എന്നാലും ചിലപ്പോൾ ഞാൻ മടക്കി വെച്ചേക്കുന്നതിന് അവൻ തിരിച്ചെടുക്കാറുണ്ട്. എന്തായാലും കുഴപ്പമില്ല, അവൻ കരയാണ്ട് നിന്നാൽ മതി എന്നാണ്. പിന്നെ ഇത്രയും നേരമായിട്ട് മഴ ചാറ്റിൽ നിന്നിട്ടില്ല. മഴ നന്നായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഭയങ്കര വലിയ മഴയല്ല, എന്നാൽ ഒട്ടും ഇല്ലയെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും മേശയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പിന്നെ ഞാൻ കുറേ സമയം മോനുമായിട്ട് കളിച്ചിരിക്കുകയായിരുന്നു. അവൻ ഇച്ചിരി ഒന്ന് പിണക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനുമായിട്ടൊക്കെ കളിച്ചിരുന്ന് അവന് ഫുഡൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കി. ഇപ്പോൾ സമയം 1:15 കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീടിനകമൊക്കെ ഒന്ന് അടിച്ച് തുടങ്ങണം. അപ്പോൾ അതിന് മുന്നേ കുറച്ചധികം ഡയപ്പർ എനിക്ക് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഒരു കുട എന്തെങ്കിലും എടുത്ത് തലയിൽ വെച്ചിട്ട് പോയി അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ചെയ്ത് വെച്ചിട്ട് അകത്ത് വന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വീടടിച്ച് തുടച്ചിട്ടതിന് ശേഷം പുറത്ത് പോയി ഇത് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ മോൻ എഴുന്നേക്കില്ല. എങ്കിൽ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ് അത് ഇട്ടിട്ട് വരാൻ വേണ്ടിയിട്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നമുക്ക് പൂർത്തിയാക്കണമല്ലോ. അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് അത് ചെയ്തിട്ട് അകത്തുള്ള പണി നോക്കാം.
അങ്ങനെ ഞാൻ പിന്നെ ഡയപ്പർ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ആയുധങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ആയുധം എന്ന് വെച്ചാൽ എൻ്റെ ഗ്ലൗസ് ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പുറത്ത് പോയി നിന്നപ്പോൾ ചാറ്റിലുണ്ടെങ്കിലും ആ അലക്കുകല്ലിരിക്കുന്നതിൻ്റെ അവിടെ ഒരു മാവുണ്ടല്ലോ, ആ മാവിൻ്റെ കൊമ്പെല്ലാം ഈ ബാത്റൂമിൻ്റെ മേലേക്ക് ചാഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവിടെ കുറച്ചിങ്ങനെ നമുക്കൊരു ഷെയ്ഡ് പോലെ ഉണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ ഇതുകൂടെ ആയപ്പോഴത്തേക്ക് അധികം അങ്ങനെ എൻ്റെ ദേഹത്തോട്ട് വീഴുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം തന്നെ ഡയപ്പറിൻ്റെ പണിയും കൂടെ അങ്ങ് തീർത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചേ. ഇത് ഒരു മാസത്തെ ഡയപ്പർ ഉണ്ട് കേട്ടോ. ഈ ബക്കറ്റ് നിറയുന്ന അത്രയും ഡയപ്പർ ഉണ്ടായിരുന്നു. ഞാൻ നാളേക്ക് എന്ന് പറഞ്ഞ് വെച്ച് അത് ഇത്രയായതാണ്. ഇന്ന് എപ്പോഴത്തേക്ക് അത് മഴയും കൂടെയൊക്കെ നനഞ്ഞിട്ട് ആകെ ഇതായിട്ടുണ്ട്. അല്ലെങ്കിൽ ജെല്ല് മാറ്റിയ ഉടനെ തന്നെ അതിൻ്റെ ബാക്കി ഞാൻ കത്തിച്ച് കളയാറുണ്ട്. അപ്പോൾ ഇന്ന് മഴയൊക്കെ പെയ്തിരിക്കുന്നതുകൊണ്ട് അതിനെ ഞാൻ അവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെയിൽ വരുമ്പോഴേക്കും അതിനെ ഉണക്കിയെടുത്ത് കത്തിക്കാന്ന് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ഒരു പാക്കറ്റ് ഉപ്പൊക്കെ കൊണ്ടുവന്ന് അത് പൊട്ടിച്ചിട്ടു. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഞാൻ അപ്പം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് എല്ലായിടത്തും പോയി അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അങ്ങനെ നിന്നപ്പോഴാണ് അതിൻ്റെ നിൽക്കുന്നതിൻ്റെ അവിടെ തന്നെ മൊത്തം കുറച്ച് ജെല്ലൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടപ്പോൾ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് ചറുകി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനിപ്പോൾ എന്തായാലും ഇന്ന് മഴ ആയതുകൊണ്ട് അതിന് ഉണങ്ങിയൊന്നും കിട്ടില്ല. അല്ലെങ്കിൽ ഒരു ദിവസം കിടന്നാൽ അത് ഒന്ന് ചുരുങ്ങി നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്കത് അടിച്ചിട്ട് കത്തിക്കാൻ മതി. അപ്പോൾ ഇന്ന് എന്തായാലും അതങ്ങനെ കിടന്നു. പിന്നെ കുറച്ച് അധികം ഇല ഞാൻ കിടക്കുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതും കൂടെ എടുക്കുന്നതിൻ്റെ ആ ഇടയ്ക്ക് തന്നെ ഒന്ന് കഴുകിയും കൂടെ എടുക്കാമെന്ന് ചോദിച്ചു. ഈ സൈഡ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴുകും, കാരണം താറാവും കോഴിയൊക്കെ എപ്പോഴും വന്ന് നിൽക്കുന്നത് കൊണ്ട് അവരുടെ വേസ്റ്റൊക്കെ മിക്കവാറും കാണാറുണ്ട്. എനിക്കിത് നമ്മൾ ഇറങ്ങുന്നൊരു സ്ഥലവും കൂടെ അല്ല, അപ്പോൾ അത് വൃത്തികേടായിട്ട് കിടന്നാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന് മുന്നേ ഒരു 3 ദിവസം മുന്നെയാണ് ഞാനൊരു സ്റ്റെപ്പ് കഴുകിയത്. അപ്പോൾ ഇന്ന് പിന്നെ എന്തായാലും മഴയും പെയ്തു, പിന്നെ കുറച്ചധികം വേസ്റ്റും ഒക്കെ കിടപ്പുണ്ട്. എല്ലാം കൂടെ അങ്ങ് കഴുകി ഇറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ചവിട്ടി ഞാൻ എപ്പോഴും അവിടെ പുറത്ത് ഇട്ടേക്കാറുണ്ട്, ഈ പടിയുടെ താഴെയായിട്ട്. അപ്പോൾ അത് മഴയൊക്കെ പെയ്ത് ആകെ നനഞ്ഞ് കുതിർന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കുറച്ച് ദിവസമായി അത് ഞാൻ കഴുകി എടുത്തിട്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഒന്ന് നന്നായിട്ട് ചവിട്ടി ഒന്ന് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ള കസാരയിലോട്ട് വിരിച്ചിട്ടു. അത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും എടുത്തിടാം. എന്നിട്ട് പിന്നെ ബാക്കി ഇലയും എല്ലാം കൂടെ നന്നായിട്ട് കഴുകിയെടുത്തു. ആ ഹോസ് ഞാൻ പിന്നെ ഹോസിൽ വെള്ളം തുറന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ. ആ വെള്ളത്തിലാണ് ഇങ്ങനെ കഴുകി കളയുന്നത്. അതെല്ലാം കൊണ്ട് ആ മണ്ണിലിറക്കി. എന്നിട്ട് വന്നപ്പോഴേക്കും ഇവിടെ ഒരെണ്ണം ഉറങ്ങി എഴുന്നേറ്റ് ഇരിപ്പുണ്ട്. എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാൻ വന്നപ്പോൾ ആൾ എഴുന്നേറ്റ് ഇരിപ്പായിരുന്നു. അത് ഞാൻ വന്നതിന് ശേഷം എഴുന്നേറ്റതാണോ അതോ വിളിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ എന്നെ കണ്ടതാണോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ പിന്നെ എന്തായാലും എഴുന്നേറ്റതുകൊണ്ട് എനിക്ക് ബെഡ്ഷീറ്റൊക്കെ മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടു. പിന്നെ വീടൊക്കെ അടിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് വീട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. മോൻ കഴിക്കുന്നതിന് മുന്നേ ഉറങ്ങുന്നതിന് മുന്നേ കഴിച്ചതുകൊണ്ട് അവന് വിശപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം ഉറങ്ങിയിട്ടുള്ളൂ കേട്ടോ, ഒരുപാട് സമയമൊന്നും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെത് പോയി കിട്ടിയെന്നാണ്. അവൻ വളരെ കുറച്ച് സമയം ഉറങ്ങുന്ന ദിവസം ഭയങ്കര വാശിയും പിണക്കമൊക്കെ ആയിരിക്കും. പിള്ളേരുടെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞു തരണ്ടല്ലോ. കണ്ടോ വീടിനകത്തുള്ള പൊടിയുണ്ട്. ഇന്നലെയും മെനിഞ്ഞാന്ന് മഴ പെയ്ത ഒരു സ്ഥലമാണ്. മെനിഞ്ഞാന്ന് ഇന്നലെയൊക്കെ ഞാൻ അടിച്ചിട്ടതാണ്, ഇന്ന് അടിക്കുമ്പോൾ ഉള്ള പൊടിയാണിത്. ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ, എപ്പോഴും പൊടിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ചുകൊണ്ടൊന്ന് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തുറക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഈ സമയത്ത് പുറത്ത് നോക്കുമ്പോൾ നല്ല വെയിലായിട്ടില്ലേ. ഇത് നമ്മൾ കാര്യമാക്കണ്ട. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഞാൻ ഒരു സമയത്ത് ഈ ഒരു വെയിൽ കണ്ടിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അടിച്ചിട്ടതിന് ശേഷം ഒന്ന് പോയി 2 തുണിയെടുത്ത് മേലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പം തന്നെ അത് മഴ പെയ്തതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ അകത്ത് കൊണ്ടുവന്നിട്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഓരോരുത്തർ തുടയ്ക്കാൻ തുടങ്ങി. റൂമൊക്കെ എല്ലാം തുടച്ചെടുത്തു. ഡീപ്പ് ക്ലീനിങ് ആയിട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അത്യാവശ്യം വലിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ മടി കാരണം ഞാൻ അതിങ്ങനെ നീട്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതും ഇനിയിപ്പോൾ ഉടനെ ചെയ്യണം കേട്ടോ. അങ്ങനെ വീടൊക്കെ തുടച്ചിട്ടതിന് ശേഷം ഇന്ന് ബാത്റൂമൊക്കെ കഴുകിയെടുക്കാനുണ്ടായിരുന്നു, അതും ചെയ്തു. ഇത്രയും ചെയ്ത് ഒതുക്കിയതിന് ശേഷം വേണം എനിക്കിനി കുളിച്ച് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി. പിന്നെ വീട് ഒതുങ്ങി കിടക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. ആ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. അങ്ങനെ ബാത്റൂമൊക്കെ നന്നായിട്ട് കഴുകി. പിന്നെ മോനെ നേരത്തെ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അവൻ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അകത്ത്. അങ്ങനെ ബാത്റൂമൊക്കെ കഴുകി ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. നല്ലോണം പണിയെടുത്ത ദിവസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ചോറൊക്കെ എടുത്ത് പിന്നെ ഫുഡൊക്കെ കൊണ്ടുവച്ച് കഴിച്ചു. ആ സമയപ്പോഴേക്കും ചേട്ടൻ പോയിട്ട് ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ആൾക്ക് പോകണ്ട. അപ്പോൾ ആൾ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ആൾക്ക് നേരത്തെ വരുന്ന ദിവസമാണെങ്കിൽ വന്നിട്ട് ഫുഡ് കഴിക്കും. ചില ദിവസം ഞാൻ കൊടുത്തു വിടാറുണ്ട്, ചില ദിവസം ആൾ വന്ന് കഴിക്കാറുണ്ട്, എന്നിട്ട് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ്റെ വീട്ടിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആളുടെ ഒരു ബ്രദറിൻ്റെ സ്വന്തം ബ്രദറാണ്, ആളുടെ ഒരു ബ്രദറിൻ്റെ പറമ്പിലോട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ കുറേ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ നട്ടിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ആപ്പിൾ ചെറിയാണ്. അപ്പോൾ അതിൽ കുറേ ഇത് എപ്പോഴും ഇങ്ങനെ ഗേറ്റൊക്കെ ഇങ്ങനെ തുറന്നിട്ടേക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ വന്ന് കയറി എടുത്തിട്ട് പോകാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ അവിടെ പോയി നിന്നതിൽ കിട്ടിയതൊക്കെ ഞാൻ എടുത്ത് ഇങ്ങനെ കഴിക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ കൊക്കോയൊക്കെ നമ്മൾ നട്ടിട്ടിട്ടുണ്ട്. അത് ഇതുവരെ കായ്ച്ചിട്ടില്ല, അതിന് കായ്ച്ചാലേ ഇനി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടുമോ കഴിക്കാൻ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കി വന്നപ്പോഴാണ് അവിടെ നിൽക്കുന്ന ആ കോഴിയെ കണ്ടോ. ആ സാധനം എന്നെ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിന്നിട്ട് അത് ഒറ്റ വരലായിരുന്നു എന്നെ കൊത്താൻ വേണ്ടിയിട്ട്. ഇത് എന്താണെന്നറിയോ, നമ്മുടെ ഈ ചെറിയില്ലേ, ചെറി
അതിൻ്റെ പച്ചയാണ് കേട്ടോ. ഇതിൻ്റെ പച്ച എനിക്ക് ഉപ്പും മുളകും വെച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഉപ്പിലിട്ട് കഴിക്കാനും അച്ചാറിട്ട് കഴിക്കാനും എനിക്കിഷ്ടമാണ്. ഇതിൻ്റെ പഴുത്തത് ഞാൻ കഴിക്കാറേ ഇല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇത് എൻ്റെ വീട്ടിലെ കോഴിയെ ഞാനിപ്പോൾ വഴക്ക് പറയുന്നതുകൊണ്ട് എനിക്ക് ശാപം കിട്ടിയാണെന്ന് തോന്നി, കോഴി ശാപം. ഇപ്പോൾ അതിന് ഏത് കോഴി കണ്ടാലും എന്നെ കൊത്താൻ വരിക. അങ്ങനെ ഇത് പോര വഴിയാണ് കേട്ടോ, ഇത് കൊത്താൻ വന്നത്. ഇത് നമ്മുടെ ഞാവൽപ്പഴം, ഇതിൻ്റെ ജ്യൂസാണ് ഈ ഇടയ്ക്ക് ഞാൻ അടിക്കുന്ന കാണിച്ചില്ലേ. അങ്ങനെ അവിടെ നിന്നെല്ലാം നോക്കിയിട്ടൊക്കെ ഞാവൽപ്പഴം ഇഷ്ടം പോലെ പിടിച്ചു കിടക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ പറിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ട് വന്നു. അവിടെ വന്നപ്പോൾ ദേ അമ്മ ഞാവൽ വയനിട്ട് വെച്ചേക്കുന്ന വെച്ചാൽ അത്രയ്ക്ക് ദിവസമൊന്നും ആയിട്ടില്ല, കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. എന്നാലും നമുക്ക് കൊതി കൊണ്ട് പുള്ളിക്കാർ വെളിയിൽ മിണ്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ മിക്കവാറും പോകുമ്പോൾ ഇതിങ്ങനെ കല അവിടെ ഇരിക്കുന്ന കാണാറുണ്ടെങ്കിലും ഞാൻ നോക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പിന്നെ പുള്ളിക്കാരുടെ വായിൽ നിന്ന് വീണ് പോയതാണ്. നമ്മൾ വൈനിടുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാവൽ വൈനിടണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരിയുടെ വായിൽ നിന്ന് വീണ് പോയതാണ്. അങ്ങനെ പിന്നെ നമ്മൾ പൊട്ടിച്ച് അതിനപ്പം തന്നെ അമ്മയെ കൊണ്ട് തരിപ്പിച്ച് നമ്മൾ കുടിച്ചു. ആദ്യം ഞാനാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. എൻ്റെ അമ്മയെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ എങ്കിലും മുന്തിരി വൈനൊന്നും ഇതിൻ്റെ മുന്നിൽ ഒന്നും അല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. അത്ര കിടിലൻ സാധനമായിരുന്നു കേട്ടോ. അത് ഇരുന്ന് അതിനു വേണ്ടി ദിവസം ആയില്ലെങ്കിൽ പോലും നമുക്ക് അത്രയും കിക്ക് കിട്ടുന്ന രീതിക്കുള്ളൊരു വൈനായിരുന്നു. നല്ല ഗ്യാസൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. എനിക്ക് ആദ്യം ഇങ്ങനെ ഒന്നാമത് ഞാൻ ഞാവലിൻ്റെ വൈൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ എന്നിട്ടും ഭയങ്കര സെറ്റ് സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളെല്ലാവരും കുറേശ്ശെയൊക്കെ കുടിച്ചു. എന്നിട്ട് വൈൻ ഇടണമെന്നൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, റേഷൻ കടയിൽ നിന്നും മറ്റുമൊക്കെ. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചപ്പോഴേക്കും നമ്മൾ പിന്നെ നമ്മുടെ അവിടുത്തെ വയലിൻ്റെ അവിടെ ഒരു ചായക്കടയുണ്ട്, അവിടെ പോയി ചായയൊക്കെ കുടിച്ച് പാടമൊക്കെ കണ്ട് അടുത്ത നെല്ല് നട്ട് വെച്ചേക്കാണ് കേട്ടോ. ഇത് ഇനിയിപ്പോൾ കുറച്ചുകൂടെ ആയിട്ട് അവിടെ ഒരു ദിവസം പോയി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കണം. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.